സ്നേഹമുള്ളവരെ, ജീവൻ്റെ കവാടം, ഈ ജീവൻ്റെ കവാടത്തിൻ്റെ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നിരവധി ദിവസങ്ങളായിട്ട് കേട്ട് നിത്യജീവൻ്റെയും മരണാനന്തര ജീവിതത്തിൻ്റെയും നിത്യതയെയും കുറിച്ചുള്ള വലിയ ബോധ്യങ്ങളും വിശ്വാസത്തിലുള്ള വലിയ വളർച്ചയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. അതിൻ്റെ അവസാന ഭാഗമായിട്ട് രക്തസാക്ഷികളെക്കുറിച്ചും അവരുടെ ജീവിതത്തിലുണ്ടായ അതിശക്തമായ ദൈവാനുഭവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നു. ഇനി നമുക്ക് ഈ എപ്പിസോഡിൽ കേൾക്കാൻ പോകുന്നത് കന്യകമാരായ വെർജിൻ മാർട്ടേഴ്സ്. അങ്ങനെ നിരവധി കന്യകമാർ കർത്താവായ യേശുവിലുള്ള സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും സർവ്വതും മറന്നവരുടെ ജീവിതം ബലിയർപ്പിച്ചു. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളെല്ലാവരെയും നിർഭാഗ്യവാന്മാരാണെന്ന് ഈ വിശുദ്ധർ ഓരോരുത്തരും നമ്മളോട് പ്രഘോഷിക്കുകയാണ്. വിശുദ്ധ ആഗ്നസിനെ കുറിച്ചാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. വിശുദ്ധ ആഗ്നസിനെ കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ എൻ്റെ അപ്പൻ പറഞ്ഞ സംഭവങ്ങൾ വളരെ ശക്തമായി പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിശുദ്ധ ആഗ്നസ് എൻ്റെ ജീവിതത്തിന് വളരെ ശക്തമായ പ്രേരണകളും ശക്തി നൽകിയിട്ടുള്ളതാണ്. വിശുദ്ധ ആഗ്നസ് അതിസുന്ദരിയും വളരെ ധനിക കുടുംബത്തിലും ജനിച്ച് വളർന്ന ആഗ്നസ് റോമാക്കാരിയായിരുന്നു. 291 ആണ്ടിൽ ജനിച്ച ആഗ്നസ് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. എന്നാൽ വളരെ രഹസ്യമായിട്ട് അന്ന് മതപീഡനം ഡയോക്ലിഷ്യൻ എംപററിൻ്റെ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെ മതപീഡനത്തിലൂടെ വധിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇതാ രഹസ്യമായിട്ട് ഇവളൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുകയും എന്നാൽ ഇവളുടെ ആഗ്നസിൻ്റെ സൗന്ദര്യത്തിൽ ആസ്വദിച്ചുകൊണ്ട് നിരവധി പേർ, രാജകുമാരന്മാരും ഗവർണറുടെ മക്കളുമെല്ലാം ഇവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വരികയും അതിനുവേണ്ടിയുള്ള പ്രപ്പോസലുകളെല്ലാം അവസാനം സഹികെട്ട് അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ യേശുവുമായിട്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഞാൻ ഒരാളുമായിട്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതാരാണ്? ഈ രാജ്യത്തെ രാജകുമാരനായ ഞാൻ അറിയാതെ നീ ആരുമായിട്ട് വിവാഹം കഴിക്കും? അവസാനം അവൾക്ക് പറയേണ്ടി വന്നു, ക്രൈസ്റ്റ് ഈസ് മൈ സ്പൗസ്, ഹീ ചൂസ് മീ ഫസ്റ്റ് ആൻഡ് ഹിസ് ഐ വിൽ ബി. യേശുവാണ് എൻ്റെ മണവാളൻ, അവൻ എന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുന്നു, ഞാൻ അവന് വേണ്ടിയാണ്, അവന് മാത്രമുള്ളതാണ്. ഇത് കേട്ട് കലുഷിതരായ അവളൊരു ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവളെ മാനഭംഗപ്പെടുത്താനും അവളെ വലിച്ചിഴച്ച് എല്ലാവിധത്തിലുള്ള പീഡനങ്ങൾക്കും വിധേയമാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയുള്ള പലതരത്തിലുള്ള പീഡനങ്ങളിലും അവൾ അകപ്പെടുമ്പോൾ അവളെ മാനഭംഗപ്പെടുത്താൻ വന്ന വ്യക്തി ഇതാ അവളുടെ അടുത്ത് വന്നപ്പോഴും വീണ് മരിക്കുകയാണ് പിടച്ച്. അങ്ങനെ പല വിധത്തിൽ എന്ത് ചെയ്തിട്ടും ഒന്നും വിജയകരമാകാത്ത അവസ്ഥയാണ് അവിടെ കാണുന്നത്. ഒരുവൻ അവളെ മാനഭംഗപ്പെടുത്താൻ വന്നവൻ അവിടെ കണ്ണുപൊട്ടനായി വീണു. പിന്നെ ഒരുത്തൻ അവളെ അടിക്കാനും ദ്രോഹിക്കാനും വന്നവൻ അവിടെ വീണ് മരിച്ചു. അവൻ്റെ പിതാവ് അവളോട് വന്നിട്ട് അപേക്ഷിക്കുകയാണ്, എൻ്റെ മകനെ രക്ഷിക്കണേ, നീ പ്രാർത്ഥിച്ചാൽ അവൻ രക്ഷിക്കപ്പെടും. അങ്ങനെ അവൾ പ്രാർത്ഥിച്ചപ്പോൾ അവന് വീണ്ടും ജീവൻ തിരിച്ചു കിട്ടുകയാണ്. അധികാരിയുടെ മകനാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. അങ്ങനെ ആ അധികാരി വീണ്ടും ഇനി ഞാൻ അവളെ വിധിക്കാനോ ഞാൻ അവളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് പിന്തിരിച്ചു. അങ്ങനെ മറ്റ് അധികാരികളിലേക്ക് കേസ് മാറുകയാണ്. അവളെ തീയിലിടാൻ വേണ്ടി വിറക് കൂട്ടി തീ കൊടുത്തിട്ട് തീ കത്തുന്നില്ല. വീണ്ടും കത്തിക്കഴിഞ്ഞപ്പോൾ തീ ജ്വാലകൾ
ഇതാ അകന്നു പോകുന്നു. അവളെ നഗ്നയാക്കി വേശ്യാലയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവളുടെ നഗ്നത മറയ്ക്കാൻ അവളുടെ മുടികൾ വളർന്നു വന്നു എന്നെല്ലാം പറയുന്നുണ്ട്. ഇങ്ങനെ കർത്താവിൻ്റെ മണവാട്ടിയെ കർത്താവ് തന്നെ സംരക്ഷിക്കുന്ന ഒരു വലിയ അനുഭവമാണ് അവൾക്കുണ്ടായത്. ഞാൻ കർത്താവിൻ്റേതാണ്, എന്നെ നിങ്ങൾ നഗ്നയാക്കിയാലും എൻ്റെ കർത്താവ്, എൻ്റെ മണവാളൻ അത് വേണ്ടത് ചെയ്യും. മറ്റൊരു സ്ഥലത്ത് പരസ്യമായിട്ട് അവളെ നഗ്നയാക്കിയപ്പോൾ അവൾ കർത്താവിന് വേണ്ടി ഞാൻ നഗ്നയാകാനും തയ്യാറാണ്, ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്, എൻ്റെ മണവാളൻ എന്നെ കാക്കുമെന്ന് വിശ്വസിച്ചപ്പോൾ മറ്റാളുകളെല്ലാവരും, ആർക്കും ഇവളുടെ നഗ്നത കാണാൻ പറ്റുന്നില്ല. അതുപോലെ മറ്റുള്ളവരുടെ കണ്ണുകൾ അന്ധമാക്കുന്നു. എന്നാൽ അതിൻ്റെ ഇടയിൽ ഒരുവൻ അവളെ കാണാൻ ശ്രമിച്ചപ്പോൾ അവൻ അന്ധനായിപ്പോയി. അങ്ങനെ അത്ഭുതകരമായ ശക്തിവിശേഷത്തിലൂടെ കർത്താവാണ് എൻ്റെ മണവാളൻ, ഞാൻ അവൻ്റേതായിരിക്കും, എനിക്ക് വേറെ ആരും വേണ്ട, സകല സമ്പത്തുകളും സകല പദവികളും വലിയ രാജകുടുംബങ്ങളിൽ വിവാഹം കഴിച്ചു പോകാവുന്നതെല്ലാം അവൾ യേശുവിനെ പ്രതി ഉപേക്ഷിച്ചു. ഇങ്ങനെയാണ് ആ സമർപ്പിത ജീവിതത്തിൻ്റെ ആരംഭം. ഇന്ന് കാണുന്ന കന്യാസ്ത്രീ മഠങ്ങളും അതിനെല്ലാം ഉത്ഭവം ഉണ്ടായത് ഇങ്ങനെയുള്ള കർത്താവ് കന്യകമാരായ മണവാട്ടിമാരെ തിരഞ്ഞെടുക്കുന്നതിലൂടെയാണ്. അവസാനം അവൾ തന്നെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എന്നെ നിൻ്റെ അടുത്തേക്ക് വരാൻ നീ അനുവദിച്ചാലും. അങ്ങനെ അവൾ പ്രാർത്ഥിച്ചപ്പോഴാണ് അവളുടെ ശിരസ് കുരിച്ചു വെച്ചുകൊണ്ട് അവൾ കൊടുത്തു, ഇതാ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, നീ അനുവദിച്ചാലും. അപ്പോൾ ഇതാ അവളുടെ കഴുത്ത് വെട്ടി കൊല്ലുകയും ആ രക്തമൊഴുകിയ സ്ഥലം മുഴുവനിലും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, ആ രക്തം എല്ലാം തുണി കൊണ്ട് ഒപ്പിയെടുത്തുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവൻ അർപ്പിക്കാൻ തയ്യാറാകുകയും ചെയ്തു. അനേകം യുവാക്കൾ ആഗ്നസിൻ്റെ ഈ രക്താഭിഷേകത്തിലൂടെ അഥവാ രക്തസാക്ഷിത്വത്തിലൂടെ വിശ്വാസം സ്വീകരിക്കുകയും അവരെല്ലാവരും രക്തസാക്ഷികളാകുകയും ചെയ്തു. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരുവളാണ് എമറന്റീന എന്ന ഒരു കന്യക. അവൾ ക്രിസ്ത്യാനി ആയിരുന്നില്ല, പക്ഷെ അവൾ വിശ്വസിച്ചു. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് മാമോദീസ സ്വീകരിക്കാത്ത ഒരുവൻ ക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷിയാകുകയാണെങ്കിൽ അവൻ രക്തം കൊണ്ടുള്ള മാമോദീസയാണ് സ്വീകരിക്കുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് ആഗ്നസിൻ്റെ ശവകുടീരത്തിൻ്റെ അടുക്കൽ മുട്ടുകുത്തി മണിക്കൂറുകളോളം അവളിങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലായി ഇവളും ക്രിസ്ത്യാനിയാണെന്ന്. അങ്ങനെ അവൾ വിശ്വസിച്ചു, ഞാൻ മാമോദീസ സ്വീകരിക്കുന്നില്ലെങ്കിലും ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ഞാൻ രക്തസാക്ഷിയാകുകയും ചെയ്യുമ്പോൾ രക്തം കൊണ്ടുള്ള മാമോദീസയാണ് എനിക്ക് ലഭിക്കുന്നതെന്ന് വിശുദ്ധ എമറന്റീന, ആഗ്നസിൻ്റെ ഒരു ഉറ്റ സുഹൃത്തും ആയിരുന്ന എമറന്റീന ആഗ്നസിൻ്റെ കുഴികാടത്തിൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അങ്ങനെ രക്തസാക്ഷിത്വം സ്വീകരിച്ച് അവളെ ആളുകൾ കല്ലെറിഞ്ഞ് കൊന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവളെയും സംസ്കരിച്ചു. സ്നേഹമുള്ളവരെ, ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യം, ഇവരെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ആഗ്രഹത്തോടുകൂടെ യേശുവിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി രക്തം ചൊരിയാനും അങ്ങനെ രക്തം കൊണ്ടുള്ള ഒരു മാമോദീസ സ്വീകരിക്കാനും തയ്യാറായി എന്നുള്ളതാണ്. മറ്റൊരു വലിയ വിശുദ്ധയാണ് വിശുദ്ധ അഗാത്ത. വിശുദ്ധ അഗാത്തായുടെ ജീവിതം വളരെ ശക്തമാണ്. എന്തോ ഒരു ഭയാനകമാണ് അതേ സമയത്ത്. വിശുദ്ധ അഗാത്തയുടെ പേര് നമ്മുടെ കുർബാനയിൽ പല പ്രാവശ്യം എടുത്ത് പറയുന്നതാണ്. ലത്തീൻ കുർബാനയിൽ 250 253 ഇടയ്ക്കാണ് വിശുദ്ധ അഗാത്തയും രക്തസാക്ഷിത്വമായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിസുന്ദരിയായ വിശുദ്ധ അഗാത്തയുടെ രക്തസാക്ഷിത്വത്തിൽ
വലിയ ഒരു സംഭവം നടന്നത്. അവളെ പീഡിപ്പിക്കാൻ വേണ്ടി അവളുടെ 2 സ്തനങ്ങളും മുറിച്ചു മാറ്റി എന്നുള്ളതാണ്. വിശുദ്ധ അഗാത്തായുടെ ഐക്കണിൽ ഒരു താലത്തിൽ അവളുടെ ബ്രസ്റ്റ് എടുത്തു വച്ചിരിക്കുന്നതായിട്ടുള്ളതാണ് ഐക്കൺ. അങ്ങനെ അതിഭയാനകമായ രീതിയിലുള്ള പീഡനം നൽകി അവളുടെ 2 സ്തനങ്ങളും മുറിച്ചു മാറ്റി. എന്നിട്ട് അവൾ മരിച്ചില്ല. അവളെ മരത്തിൽ കെട്ടിവെച്ച് തീ കൊടുക്കാൻ ശ്രമിച്ചിട്ട് അപ്പോൾ ഒരു ഭൂകമ്പമുണ്ടായി. അങ്ങനെ ആ ഭൂകമ്പം കൊണ്ട് അവൾ മരിക്കാതെ രക്ഷപ്പെടുകയും പിന്നീട് വിശുദ്ധ അഗാഥയെ ജയിലിൽ അടച്ച് ആ ജയിലിൽ വെച്ച് സെയിൻറ്റ് പീറ്റർ, വിശുദ്ധ പത്രോസ് നേരിട്ട് വന്ന് അവളെ സുഖപ്പെടുത്തി അവളുടെ ആ സ്ഥാനങ്ങൾ എടുത്ത് മാറിയ ആ ഭാഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുകയും, പക്ഷേ അങ്ങനെ ജയിലിൽ വെച്ച് അവൾ മരിച്ചു. അങ്ങനെയാണ് വിശുദ്ധ അഗാഥയുടെ രക്തസാക്ഷിത്വം. ഇതെല്ലാം വിശ്വാസത്തെ പ്രതിയാണ്, ക്രിസ്തുവിൽ വിശ്വസിച്ചതിനെ പ്രതിയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ ഈ കാലഘട്ടമെല്ലാം കഴിഞ്ഞ് ക്രിസ്തുവിൽ വിശ്വാസത്തിലൂടെ എന്തോ ഒരു വലിയ അനുഗ്രഹമാണ് ലോകം മുഴുവനും വർഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ എത്രത്തോളം രക്തസാക്ഷികളുടെ രക്തച്ചൊരിച്ചിലുണ്ടെന്ന് മനസ്സിലാവുകയും നമ്മൾ ഓരോരുത്തരും വിശ്വാസത്തിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അറ്റ് വാട്ട് കോസ്റ്റ് വി റിസീവ് ദിസ് ഫെയ്ത്ത്? അറ്റ് വാട്ട് കോസ്റ്റ്? നമ്മൾ നമ്മുടെ ഈ വിശ്വാസത്തെ പ്രതി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മൾ വിശ്വാസത്തിൽ ജനിച്ചു, നമ്മൾക്ക് മാമോദിസ സ്വീകരിച്ചു, നമ്മൾ വേദോപദേശം പഠിക്കാൻ തുടങ്ങി, പള്ളിയിൽ പോകാൻ തുടങ്ങി, കുർബാന സ്വീകരണം എല്ലാം ഭംഗിയായിട്ട് നടക്കണം. എന്നാൽ ഈ വിശ്വാസം നമ്മളിൽ നൽകപ്പെട്ടത് അങ്ങനെ സൗജന്യമായി കിട്ടിയതല്ല, അറ്റ് എ കോസ്റ്റ്. യേശുവിൻ്റെ രക്തത്തിലൂടെയും അനേകം രക്തസാക്ഷികളുടെ രക്തത്തിലൂടെയും വളർന്നതാണ് ഈ വിശ്വാസം. മറ്റൊരു വലിയ വിശുദ്ധയാണ് വിശുദ്ധ അനസ്താസ്യ. അതിസുന്ദരിയും ധനികയുമായ വിശുദ്ധ അനസ്താസ്യ കർത്താവായ യേശുവിനെ മണവാളനായി സ്വീകരിച്ചു. ഒരു വിജാതീയ പുരോഹിതൻ അനസ്താസ്യയുടെ സൗന്ദര്യത്തിൽ ആസ്വദിച്ചുകൊണ്ട് അവളെ വരിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും അനസ്താസ്യ അതിനെ പൂർണ്ണമായിട്ട് തിരസ്കരിക്കുകയും മറ്റൊരാൾ അനസ്താസ്യയ്ക്ക് ഒരുപാട് ലക്ഷോറിയസ് ആയിട്ടുള്ള വലിയ ധനസമ്പത്തുകളെല്ലാം നൽകാമെന്നും അതല്ലെങ്കിൽ അവളെ പീഡിപ്പിക്കുന്ന വലിയ ആയുധങ്ങൾ, ഇതിൽ നീ എന്ത് സ്വീകരിക്കണം? അവൾ കർത്താവിനോടുള്ള വിശ്വാസത്തെയും സ്നേഹത്തെയും പ്രതി സകല ലക്ഷറികളും തിരസ്കരിച്ചുകൊണ്ട് അവളെ പീഡിപ്പിക്കാനുള്ള ഉപകരണങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കർത്താവിന് വേണ്ടി പീഡിപ്പിക്കപ്പെടാൻ, കർത്താവിൻ്റെ ആ സഫറിങ് ക്രൈസ്റ്റിൻ്റെ മണവാട്ടിയാകാൻ, പീഡിപ്പിക്കപ്പെട്ട യേശുവിൻ്റെ മണവാട്ടിയാകാൻ വേണ്ടി അവൾ തയ്യാറായി. അവളുടെ മനോഹാരിതയിൽ ആസ്വദിച്ചുകൊണ്ട് ആ വിജാതീയ വിഗ്രഹാരാധന നടത്തുന്ന പുരോഹിതൻ അവളെ മാനഭംഗപ്പെടുത്താൻ വന്നപ്പോൾ അയാൾ അന്ധനാവുകയും അയാൾക്ക് ഭയങ്കരമായ തലവേദനയും തലകറക്കലും ഉണ്ട്. അയാൾ വെളിവില്ലാത്ത പോലെയായി. അയാൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ അയാൾ അവിടെ മരിച്ചു വീണു. ഇങ്ങനെ അനസ്താസ്യയുടെ അത്ഭുതകരമായ ശക്തിവിശേഷത്താൽ അവളെ എന്തെല്ലാം തരത്തിൽ ആക്രമിക്കാൻ ചെന്നാൽ ആർക്കും അത് സാധിക്കാത്ത മാതിരിയായി. അങ്ങനെ അവസാനം അവളെ കഠിനമായ പട്ടിണിയിടാൻ തീരുമാനിച്ചു. ഷി വാസ് കണ്ടംപ്ഡ് ഫോർ സ്റ്റാർവേഷൻ. അങ്ങനെ 60 ദിവസങ്ങളോളം അവർ പട്ടിണിയിൽ കിടന്നിട്ടും അവൾ മരിക്കുന്നില്ല. അവസാനം അവൾക്കെതിരെ വിധി എഴുതിയത് അവളെ മറ്റ് ജയിൽ പുള്ളികളോടൊപ്പം മറ്റ് ക്രിസ്ത്യാനികളെ നശിപ്പിക്കുന്നതിന് വേണ്ടി കടലിലേക്ക് വള്ളത്തിൽ കൊണ്ടുപോയി കടലിൽ മുക്കി കൊല്ലുക എന്നുള്ളതായിരുന്നു അന്നത്തെ മറ്റൊരു സംവിധാനം. പെർസിക്യൂഷൻ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്ത്യാനികളെ കൊല്ലുന്ന ഒരു സംവിധാനമായിരുന്നു. കടലിൽ കൊണ്ടുപോയി തള്ളി
കടലിൽ മുക്കി കൊല്ലുക. അങ്ങനെ 120ഓളം മറ്റുള്ളവരെയുമായിട്ട് ഉള്ള ബോട്ടിൽ വള്ളത്തിൽ ഇവളെയും കൊണ്ട് പോകുമ്പോൾ അവളുടെ പ്രത്യേക മധ്യസ്ഥയായ വിശുദ്ധ തിയോഡോട്ട എന്ന വിശുദ്ധ അവൾക്ക് പ്രത്യക്ഷപ്പെടുകയും ഈ 120 പേരടങ്ങുന്ന വള്ളം രക്ഷപ്പെടുത്തി കരയ്ക്കടുപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവരെല്ലാവരും അവിടെ വെച്ച് ആ പ്രിസണേഴ്സ് എല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുമതം സ്വീകരിക്കുകയും അതോടൊപ്പം ആ ഡ്രൈ ലാൻഡിൽ വെച്ച് അവരെ വീണ്ടും എല്ലാവരും രക്തസാക്ഷികളായിട്ട് മാറുകയും ചെയ്യാണ്. അതിനുശേഷം നിവൃത്തിയില്ലാതെ അധികാരികൾ ഇവളെ 4 പില്ലറുകളിൽ വലിച്ചു കെട്ടിയിട്ട് തീ കൊടുത്ത് തീച്ചൂളയിൽ അല്ലെങ്കിൽ തീ കൊടുത്ത തീജ്വാലയിൽ എരിഞ്ഞെരിഞ്ഞ് അനസ്താഷ്യ ജീവൻ അർപ്പിച്ചുകൊണ്ട് ആ ക്രൗൺ, അവൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്തസാക്ഷിത്വത്തിൻ്റെ കിരീടം അണിഞ്ഞ് ദൈവത്തിന് പൂർണ്ണമായി സ്നേഹം അർപ്പിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ ഈ നിരവധി കന്യകമാരായ രക്തസാക്ഷികൾ യേശുവിൻ്റെ മണവാട്ടിമാരാണ്. യേശുവിൻ്റെ മണവാട്ടിയായ ഇവർ വിശ്വാസത്തിൻ്റെ അത്ഭുതകരമായ പ്രകടനത്തിലൂടെ അവരുടെ ആ രക്തസാക്ഷിത്വത്തിലൂടെ നിരവധി പേർ വിശ്വാസത്തിലേക്ക് വരികയും അതോടൊപ്പം നിരവധി പേർ വേറെ രക്തസാക്ഷികളാകുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, ഈ ജീവൻ്റെ കവാടം നമ്മൾ കേട്ട് നമ്മുടെ ഹൃദയത്തിൽ ഈ ജീവൻ്റെ കവാടത്തിലൂടെ ഉദിക്കേണ്ട വലിയ ഒരു രഹസ്യം ഇതാണ്. നമ്മൾ ഓരോരുത്തരും ഇവരോടൊപ്പം ഈ രക്തസാക്ഷികളോടൊപ്പം ജീവിക്കുന്നവരാണെന്നും അവരെല്ലാവരും സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെന്നും സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള പാതാളത്തിലും ഉള്ള എല്ലാവരോടും ഒപ്പമാണ് സഭ. സ്വർഗവും ഭൂമിയും ശുദ്ധീകരണ സ്ഥലവും അടങ്ങുന്ന ഈ സഭയിൽ ഈ രക്തസാക്ഷികൾ എല്ലാവരും നമുക്ക് വേണ്ടി നിത്യജീവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ സാധാരണ പുണ്യവാളന്മാരുടെ നൊവേനയെല്ലാം ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ഈ നൊവേനയെല്ലാം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അതിൻ്റെ എല്ലാം ഉദ്ദേശം? ഈ രക്തസാക്ഷികളുടെയും ഈ സകല വിശുദ്ധന്മാരുടെയും മധ്യസ്ഥമെടുത്ത് പ്രാർത്ഥിക്കുന്നത് അധികവും ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ, ഇനി നമുക്കൊരു പുതിയ അധ്യായം കുറിക്കാം. നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിത്യജീവന രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ വേണ്ടി രക്തസാക്ഷികളുടെയും സകല വിശുദ്ധന്മാരുടെയും മധ്യസ്ഥമെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ സെബസ്ത്യാനോസ് വലിയൊരു രക്തസാക്ഷിയാണ്. ആ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അമ്പും ആയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? അതുപോലെ വിശുദ്ധ അന്തോണിയോസ് രക്തസാക്ഷി അല്ലെങ്കിലും ജീവിക്കുന്ന കാലത്ത് നിത്യജീവനെക്കുറിച്ച് അത്ഭുതകരമായ പ്രഘോഷണത്തിലൂടെ നടത്തുകയും ആ അന്തോണീസ് മരിച്ച് 32 വർഷം കഴിഞ്ഞപ്പോൾ കബറിടം തുറന്നപ്പോൾ കാണുന്നത് ചലിക്കുന്ന നാവാണ്. അന്തോണീസിൻ്റെ നാവ് അഴുകാതെ ഇരിക്കുന്ന ദർശനമാണ് കാണുന്നത്. അങ്ങനെ അനന്തതയിലേക്കുള്ള ജീവിതമാണ് രക്തസാക്ഷിത്വത്തിലൂടെയും വിശുദ്ധരുടെയും ജീവിതത്തിലൂടെ നമുക്ക് തരുന്നതെന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ നമുക്ക് ഒരു പുതിയ അധ്യായം കുറിക്കാം. എന്താണ് ഈ പുതിയ അധ്യായം? ഈ ലോകത്തിലെ ലക്ഷ്യം വെച്ച് ജീവിക്കാതെ ഈ രക്തസാക്ഷികൾ എന്തുകൊണ്ടാണ് അവരുടെ സകല സമ്പന്നതയും അവരുടെ സകല സൗന്ദര്യവും അവരുടെ സർവ്വതും ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി രക്തമൊഴുക്കാനും വിശ്വാസത്തിന് നിലനിൽക്കുന്നതിന് വേണ്ടി ജീവിക്കാനും അനേകം വിശ്വാസികളെ ഉയർത്താനും അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും വേണ്ടി അവർ ജീവിതം ബലിയർപ്പിച്ചു? നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതവും അതുപോലെ ആകണമെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തു തരത്തിലുള്ള രക്തസാക്ഷിത്വമാണ് നമുക്ക് വേണ്ടത്? നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് നമ്മൾ വിട്ടുകൊടുക്കുക. അതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. നമ്മൾ എന്തെല്ലാമോ ആഗ്രഹിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങളാണെങ്കിൽ അത് വിട്ടിട്ട് പരലോകത്തിൻ്റെ ആഗ്രഹങ്ങളിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ ഉയർത്തുക. ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി നമ്മളുടെ ആഗ്രഹങ്ങളെ ഉയർത്തുക. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ എന്നാണ് നമ്മളെന്നും പ്രാർത്ഥിക്കുന്നത്.
നമ്മളെന്നും കുർബാനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ നമ്മുടെ ഹൃദയം ഉന്നതങ്ങളിലേക്ക് നമ്മൾ ഉയർത്തുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തെ കർത്താവിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ജ്വലിപ്പിക്കുന്ന ആഗ്രഹങ്ങൾ ഉയർത്തണം. അങ്ങനെ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയവുമായിട്ട് ഒന്നാകണം, യേശുവിൻ്റെ സഹനവുമായിട്ട് ഒന്നാകണം. നമ്മുടെ സഹനങ്ങൾ എല്ലാത്തിനും അർത്ഥമുണ്ട്. നമ്മുടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഈ ജീവിതത്തിൽ, ഈ കാലഘട്ടത്തിൽ, നമ്മുടെ അനുദിന ജീവിതത്തിലുള്ള എല്ലാ സഹനങ്ങളും യേശുവിൻ്റെ സഹനത്തെ പ്രതി സ്വീകരിക്കുക. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ടേക്ക് അപ്പ് യുവർ ഓൺ ക്രോസ് ഡെയിലി ആൻഡ് ഫോളോ മീ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ഈ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ആദ്യം തന്നെ നമ്മുടെ എല്ലാ സഹനങ്ങളും സ്വീകരിക്കുക, യേശുവിനെ പ്രതി സ്വീകരിക്കുക. അതാണ് നമ്മുടെ ഒരു ചെറിയ രക്തസാക്ഷിത്വം. മറ്റൊന്ന്, മറ്റ് സഹിക്കുന്നവരോട് ചേരുക, അവരുടെ ദുഃഖവും അവരുടെ സങ്കടത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കുക. അത് ദൈവത്തിന് കാഴ്ചവെക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ജീവിതം ഈ രക്തസാക്ഷികളുടെ പീഡകളും വേദനകളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട്, അവരെല്ലാം യേശുവിന് വേണ്ടി സഹിച്ച പോലെ അല്പമെങ്കിലും സഹിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകുകയും, അങ്ങനെ ആ സഹനത്തിലൂടെ, യേശുവിൻ്റെ സഹനത്തിൽ അതെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി, അല്ലെങ്കിൽ എല്ലാ രക്തസാക്ഷികളുടെ സഹനവുമായിട്ട് നമ്മൾ ഒന്നാവുകയാണെന്നും, അങ്ങനെ നമ്മളൊരു കമ്മ്യൂണിറ്റി ഓഫ് ബിലീവേഴ്സ്, അതായത് വിശ്വാസികളുടെ ഒരു സമൂഹം എന്നത് ഈ പള്ളിയിൽ പോകുന്ന വിശ്വാസികൾ മാത്രമല്ല, ഈ പള്ളിക്ക് മുകളിലുള്ള വിശ്വാസികൾ അഥവാ സ്വർഗത്തിലുള്ള വിശ്വാസികൾ, വിശ്വാസത്തിലൂടെ രക്തസാക്ഷിത്വത്തിലൂടെ ജീവൻ്റെ കിരീടം നേടിയിട്ടുള്ളവരുമായിട്ട് നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ജീവൻ്റെ കിരീടം നേടിയിട്ടുള്ള ആ രക്തസാക്ഷികളെല്ലാവരും നമ്മൾ ഓരോരുത്തരെയും മാടി വിളിക്കുകയാണ്, നമ്മുടെ വിശ്വാസത്തെ വളർത്തുന്നതിനും. അങ്ങനെ ഈ സഭ ലോകം മുഴുവനും, ഈ പ്രപഞ്ചം മുഴുവനും പ്രസരിക്കുന്നതിനും, എല്ലാ ജാതി മതസ്ഥരും വിശ്വാസത്തിൻ്റെ ആസ്വാദനത്തിലേക്ക് വരുന്നതിനും വേണ്ടിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഞങ്ങളെല്ലാവരും ഈ ജീവൻ്റെ കവാടത്തിലൂടെ നിത്യജീവനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ധ്യാനിക്കുന്നതിനും, വചനം വായിക്കുന്നതിനും, പഠിക്കുന്നതിനും, അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ രക്തസാക്ഷികളുടെ ജീവിതത്തിലൂടെ ലഭിക്കുന്ന ആ പ്രചോദനത്തിലൂടെ ഒരു പുതിയ അധ്യായം തുറക്കുന്നതിന് പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ, ജ്ഞാനം നൽകണമേ. ഇന്നു മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കട്ടെ. ഈ ജീവൻ്റെ കവാടത്തിൽ ഞങ്ങൾ ഇതുവരെ കേട്ട നിരവധിയായ പ്രബോധനങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രബലമാക്കുന്നതിനും, അവയെല്ലാം ഞങ്ങളുടെ ജീവിതത്തിന് ശക്തി പകർന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ കരുത്തുള്ളൊരു ജീവിതമായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ ഉയർത്തണമേ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ ശക്തി ഒഴുക്കണമേ, ഞങ്ങളിൽ ശക്തി ഒഴുക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് കരുത്ത് നൽകണമേ, ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകണമേ, ആത്മധൈര്യം നൽകണമേ. ഓ യേശുവേ, ഓ യേശുവേ, ഓ യേശുവേ, ഓ രക്തസാക്ഷികളെ, ഓ സകല വിശുദ്ധന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങളെ നിങ്ങൾ കൈപിടിച്ചുയർത്തണമേ. ഞങ്ങൾക്ക് ഇതാ ഗോണിയിലൂടെ മാലാഖമാർ കയറുന്നതും ഇറങ്ങുന്നതും നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആ ഗോണി, അതാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവാണ്. യാക്കോബ് കണ്ട ആ ഗോണി ഇതാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇരിക്കുന്ന ഗോണി, ഭൂമിയും സ്വർഗവുമായിട്ട് ബന്ധിച്ചിരിക്കുന്ന ആ ഗോണി യാക്കോബ് കണ്ടത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു സ്വർഗവും ഭൂമിയുമായിട്ട് നമ്മളെ ഒന്നാക്കിക്കൊണ്ട്, നമ്മൾ ഓരോരുത്തരെയും ജീവൻ്റെ കവാടത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നിത്യത നമുക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇതാ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ആൽഫായും ഒമേഗായും ആകുന്നു. പ്രൈസ് ദ ലോർഡ്.